ഇപ്പോൾ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ട് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് പോയതല്ല, ആക്ച്വലി ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ വിചാരിച്ചാലും നേരത്തെ ഡോക്ടറൊക്കെ കാണാൻ പറ്റി. പിന്നെ കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് എന്തായാലും കോഴിക്കോട് എത്തിയല്ലേ, കുറച്ചെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മെയിൻ കാര്യം നാളെ ഒരു 1 ഡേ ട്രിപ്പ് പോകുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ 2 ഫ്രണ്ട്സും ഫ്രണ്ടിൻ്റെ ചേച്ചിയും കൂടെ ഉണ്ട്. പോകുന്ന സ്ഥലം ഗുണ്ടൽപേട്ട്. നമ്മളെ സൺഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞ് വയ്ക്കുന്ന കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും, അങ്ങോട്ടേക്കാണ്. ഞാൻ ഈ ഒരു സ്ഥലത്തിനെ പറ്റി അറിഞ്ഞത് എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നേയൊക്കെയാണ്. സൺഫ്ലവേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്, പോകണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. പോകാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് വെച്ചാൽ പോകണമെന്ന് പറഞ്ഞൊന്നും ചെയ്യാത്തതുകൊണ്ട് അറിയില്ല. ഇന്നലെയാണ് മറ്റന്നാൾ പോയാലോ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത്, അതായത് നാളെ പോയാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു പ്ലാനൊക്കെ വന്നത്. അപ്പം ഞങ്ങളങ്ങനെ എവിടെയും പോയിട്ടില്ല, ഇങ്ങനെ തീരുമാനിച്ച് അങ്ങനെ എവിടെയും പോയിട്ടില്ല. സാധാരണ ഞങ്ങൾ മീറ്റ് ചെയ്യുക ഒന്നില്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ നിന്ന് മീറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകും, ഇല്ലെങ്കിൽ കോഴിക്കോട്. ഇങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്യാറും പോകാറൊക്കെ ഉള്ളൂ. ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഐ ഹോപ്പ് നന്നായിട്ട് ഒക്കെ നടക്കുമായിരിക്കും. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ ഉണ്ട്. ഇതൊരു വീക്ക് ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരിക്കും ഹോപ്പ്ഫുള്ളി. ആൻഡ് നമുക്ക് ഞാൻ എന്തൊക്കെയാണ് പോയപ്പോൾ വാങ്ങിച്ചതെന്നൊക്കെ കാണാം. കുറേ കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ. സാധാരണ ഞാൻ ഇതൊക്കെ ഷോർട്സ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്യല്. അപ്പം എപ്പോഴൊക്കെ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നോ ആ സമയത്തൊക്കെ എന്തായാലും ഇതിൻ്റെ ലോങ് വീഡിയോ വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് ഞാനിതൊന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഗോകുലം മാളിലേക്കാണ് പോയത്. അവിടെ മിസ്റ്റർ DIY വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഹൈലൈറ്റ് മാളിലാണ് മിസ്റ്റർ DIY ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗോകുലം മാളിലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗോകുലം മാളിൽ മിസ്റ്റർ DIYയിൽ പോയിട്ടുണ്ട്. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാൻ മാക്സ് പോയിട്ടുണ്ട്. മാക്സിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണാം. മെയിനായിട്ട് ഞാൻ മാക്സ് പോവുക ടീഷർട്ട് വാങ്ങാൻ. എനിക്ക് മാക്സിൽ ടീഷർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഞാനിപ്പോൾ ടീഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് കുറേ ആയി. ഓൾസോ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഇന്ന് വാങ്ങിച്ച ടീഷർട്ടാണ്. ഇതൊരു ബ്ലൂ കളർ ടീഷർട്ടാണ്. ഇതിൻ്റെ ബാക്കിലാണ് പ്രിൻ്റ് വരുന്നത്. ഈ ഒരു കളർ എൻ്റെ കയ്യിലില്ല. ഓൾസോ ഇത് നല്ല രസമുണ്ടെന്ന് എനിക്ക് തോന്നി. ഇത് കവറിലിട്ടിട്ട് ചുളിഞ്ഞു പോയി. രണ്ടാമത്തത് ഈ ഒരു പിങ്ക് കളർ ടീഷർട്ടാണ്. മൂന്നാമത്തത് ഈ ഒരു ടീഷർട്ടാണ്. ഒന്ന് ഞാൻ ഇതിട്ടത്. അങ്ങനെ 4 ടീഷർട്ടാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു മെഷറിംഗ് കപ്പാണ്. ഇവിടെ മെഷറിംഗ് കപ്പ് ഉണ്ട്, പക്ഷേ കുറച്ച് മുന്നേ ഉള്ളതാണ്. ഇത് കണ്ടപ്പം നല്ല ഭംഗി മാത്രമല്ല ഒക്കെ ഉണ്ട്. ആൻഡ് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബാത്റൂം ഹോൾഡറാണ്. ഫേസ് ടവൽ നല്ല സോഫ്റ്റാണ്. ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് ഈ ഒരു ടിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, ക്യൂട്ട്. അതുപോലെ തന്നെ ഈ ഒരു ടിൻ ബോക്സ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടിൻ ബോക്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതിൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിലാക്കി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫോൺ കേസ് കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ജേർണലൊക്കെ സ്റ്റിക്ക് ചെയ്യാം. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ ഒരു മഗ് പോലത്തെ സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ടിഷ്യൂ ഹെഡ് ബാൻഡ് എടുത്തിട്ടുണ്ട്. വേണ്ട, നല്ല കോമഡി ആയിട്ടുണ്ട് കാണാൻ. വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അമ്മ എടുത്തതാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഒരു സോക്സും കൂടെ എടുത്തിട്ടുണ്ട്. ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. ബില്ല് വെച്ചിട്ടൊക്കെ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ബില്ലൊന്നും ഇല്ല. അതായത് ഞാൻ പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചിട്ട് കുറേ ആയി. പിന്നെ വാങ്ങിക്കുന്നതൊക്കെ ഇവിടെയുള്ള അടുത്തുള്ള ലോക്കൽ ഷോപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ ബില്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇപ്പം ഒരു 2-3 ബില്ലൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജേർണലൊക്കെ ചെയ്യാം. ഞാൻ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിച്ചു കുറേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ SM സ്ട്രീറ്റ് പോയിട്ട് ഒരു ടോപ്പാണ് വാങ്ങിച്ചത്. നേരെ കഷ്കയിലേക്ക് പോയി അവിടെ നിന്നാണ് ഈ ഒരു ടോപ്പ് വാങ്ങിച്ചത്. ഇതാണ് ടോപ്പ്. അയ്യോ, ഇത് കാണുമ്പോൾ വലിയ രസമില്ലെങ്കിലും ജീൻസിൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു കുഴപ്പമില്ല.
ഈ കളർ എൻ്റെ കയ്യിലില്ല. ഈ കാണുന്ന കളറല്ല ഈ ഫോണിൽ കാണുന്നത്. ഇനിയിപ്പോൾ ഞാൻ നാളെ ആയിരിക്കും വ്ളോഗ് എടുക്കുക. നമ്മൾ നാളെ ഗുണ്ടൽപേട്ട് പോവാണ്. ഐ ഹോപ്പ് നല്ലൊരു ട്രിപ്പ് ആവണം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് യാ, ബൈ. അങ്ങനെ രാവിലെ തന്നെ ബസ്സൊക്കെ കിട്ടി. ഒരു 10:30 ആയപ്പോൾ സുൽത്താൻ ബത്തേരി എത്തി. അവിടെ നിന്നാണ് ബസ് മാറി കയറേണ്ടത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ ഏകദേശം 5-5.5 മണിക്കൂറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ട്രാവലിങ്ങിന് തന്നെ കുറേ ടൈം പോകുന്നുണ്ട്. അങ്ങോട്ട് പോകേണ്ട കാര്യമൊക്കെ അറിയെങ്കിലും ഇങ്ങോട്ട് വരേണ്ടത് വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ എത്തി വേഗം തന്നെ ഇറങ്ങണമെന്ന് നിർബന്ധമുണ്ട്. നമ്മളിങ്ങനെ പോകുമ്പം അത്യാവശ്യം നല്ല മഴ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എത്തുന്ന സ്ഥലത്ത് ഇങ്ങനെ മഴയൊന്നുമില്ല. ഇത് നമ്മൾ മാറി കയറിയ ബസ്സാണ്. സീറ്റൊന്നും കിട്ടിയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. പുറത്തൊക്കെ നല്ല വ്യൂ ആണ്, നല്ല റോഡൊക്കെ തന്നെയാണ്. ഈ ഒരു ബസ്സിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണോ എവിടെ ഇറങ്ങണമെന്ന് മനസ്സിലാവുന്നില്ല. കുറേ പേര് ഇറങ്ങുന്ന സ്ഥലത്ത് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ഇറങ്ങുമ്പം അവരെ കൂടെ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇവിടേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ റീൽസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു സൺഫ്ലവേഴ്സൊക്കെ കുറേ നശിച്ചു പോയി. ഇനി ഉള്ളോട്ടുള്ള കുറേ സ്ഥലത്ത് സൺഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓട്ടോ ഒക്കെ വിളിച്ച് ഉള്ളിലേക്കുള്ള പ്രദേശത്തൊക്കെ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് സമയമില്ല. രണ്ടാമത്തെ കാര്യം, അറിയാത്തൊരു നാട്, അവിടുന്ന് ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് ഉള്ളോട്ട് പോവാന്ന് പറയുന്നത് കുറച്ച് റിസ്കിയാണ്. ഞാൻ ഈ കാണിച്ച കുറച്ച് വിഷ്വൽസിലൊക്കെ അവിടെ എവിടെയായിട്ട് സൺഫ്ലവേഴ്സ് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ആ റൂട്ടിലൂടെ പോകുന്ന സമയത്ത് ഈ സൺഫ്ലവേഴ്സിനൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. ഈ ഒരു റോഡിലൂടെ പോകാൻ നല്ല രസമാണ്. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നല്ല കുറെ ഫ്ലവേഴ്സും വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇതിപ്പോ ബസ്സിൽ പോകുന്നതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. നമ്മളിപ്പം പ്രൈവറ്റ് ആയിട്ട് കാറിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് പതുക്കെ പോവാം, വേണ്ട സ്ഥലത്ത് പാർക്ക് ചെയ്യാം, ഫോട്ടോസൊക്കെ എടുക്കാം, അവിടെ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. ഞങ്ങൾ എന്തായാലും ഇങ്ങനെ പോയിപ്പോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എവിടെ ഇറങ്ങണം എന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് എല്ലാവരും ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് എത്തിയപ്പം അവിടെ ഇറങ്ങി. ഇത് എന്റെ ഫ്രണ്ടിന്റെ ചേച്ചി ഉണ്ടാക്കിയ ബ്രൗണിയാണ്. അതും പിന്നെ ചപ്പാത്തി റോളൊക്കെ അവിടെ നിന്ന് കഴിച്ചു. ഞങ്ങൾ ബസ് ഇറങ്ങിയ ആ ഒരു സ്ഥലത്താണ് ഈ മുന്തിരിത്തോട്ടമൊക്കെ വരുന്നത്. അപ്പൊ അവിടേക്ക് കയറിയിട്ട് ഒരു 25 രൂപ ടിക്കറ്റ് ഉണ്ട്. അത് കൊടുത്ത് കയറിയിട്ട് ഇതൊക്കെ കണ്ടു. ഇതൊക്കെ കാണുമ്പോഴും ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് സൺഫ്ലവേഴ്സ് ആണ് കാണാനുള്ളത്. അതാണെങ്കിൽ റോഡ് സൈഡിലുള്ളതൊക്കെ എന്താ വാടിപ്പോയിട്ടുണ്ട്. വാടിപ്പോവാ മീൻസ് എന്താ ഇങ്ങനെ തല പൊക്കാണ്ട് താണു പോയിട്ടുണ്ട്. അപ്പൊ കൂടെയുള്ള ഫ്രണ്ട്സ് പറഞ്ഞ് അവര് വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ 2 സൈഡിലാണ് നിന്നത്. അവര് വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോയിൽ കാണിച്ചു തന്നു. അപ്പൊ പിന്നെ റോഡ് സൈഡിൽ ഉണ്ട് എന്ന് ഉറപ്പായി. അപ്പൊ പിന്നെ ഓട്ടോ കയറുന്നതിന് പ്രശ്നമില്ലല്ലോ. ഓട്ടോയിൽ ഇതാ ഞങ്ങൾ ഇങ്ങനത്തെ സെറ്റപ്പിലൊക്കെയാണ് ഇരുന്ന് പോയത്. കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു. ഇത് ഇവിടെ കോമൺ ആണെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെ ബസ് ഇറങ്ങിയ സമയത്ത് ഒരു ഓട്ടോയിൽ ഇങ്ങനെ കുറെ ടീംസ് ഇരുന്ന് പോകുന്ന കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലോ, നമുക്കും ഇങ്ങനെ പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചില്ല. കണ്ടാ കുറച്ച് എന്താ പേടിയാവുമെങ്കിലും അത്യാവശ്യം നല്ലോണം ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പോകാനും നല്ല രസമുണ്ടായിരുന്നു. നോക്കണേ. അങ്ങനെ ഫൈനലി ഞങ്ങൾ കണ്ടു. ഇതല്ല ഇവർ കണ്ടത്, കുറച്ചുകൂടി മുന്നോട്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അത്രയും ഭംഗി ക്യാമറയിൽ കിട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത് റിയൽ ആണെന്ന് തോന്നിപ്പോവും. കാരണം അത്രയും ഭംഗിയുണ്ട്. ഞങ്ങൾ വന്ന ഓട്ടോ ആണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പം എന്തോ ഒരു ആശ്വാസം. കാരണം ഇത് കാണാൻ പറ്റിയില്ലെങ്കിലോ, ഇത് കാണാൻ പറ്റൂല എന്നാണ് വിചാരിച്ചത്. മെയിനായിട്ട് സൺഫ്ലവേഴ്സ് കാണുമെന്ന് വിചാരിച്ചിട്ടുമാണ് വന്നത്.
അതേ ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത്. അവിടെ ആകുമ്പോൾ ബസ്സിൽ കയറുമ്പം അധികം റഷ് ഉണ്ടാവില്ലല്ലോ. ബസ് ഇറങ്ങിയിട്ടുള്ള അതേ സ്ഥലത്ത് നിന്നാൽ അഥവാ ബസ്സിൽ തിരക്കാണെങ്കിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് തന്നെ പോയി. അവിടുന്ന് ബസ്സും കിട്ടി വേഗം വരാൻ പറ്റും. വരുമ്പം സുൽത്താൻ ബത്തേരി ഇറങ്ങി, മാനന്തവാടി ഇറങ്ങി, അവിടുന്ന് ബസ് മാറി കയറി അങ്ങനെ എങ്ങനെയൊക്കെയോ രാത്രിയായപ്പോൾ വീട്ടിലെത്തി. എന്തായാലും നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു നല്ല ട്രിപ്പ് തന്നെയായിരുന്നു. ഇത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ പോകണമായിരുന്നു. സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സ്റ്റുഡിയോയിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തീരുമാനിച്ചിട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം. ഇവിടെ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് എത്താൻ, 2-2:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഫുഡും കഴിച്ച് ഫോക്കസ് മാളിൽ തന്നെയാണല്ലോ. അപ്പൊ പിന്നെ ജസ്റ്റ് ഒന്ന് മാക്സിൽ കയറാന്ന് വിചാരിച്ച് മാക്സിലേക്ക് പോയി. അവിടെ കയറിയിട്ട് എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. എന്നിട്ട് ഈ ഒരു ടീഷർട്ട് ഞാൻ പറഞ്ഞല്ലോ ബർത്ത്ഡേ ഉള്ള ഫ്രണ്ട് എന്ന്, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു. അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വെസ്റ്റ് സൈഡിലേക്ക് പോകണോ സ്റ്റുഡിയോയിലേക്ക് പോകണോ എന്ന് നല്ല കൺഫ്യൂഷൻ. അങ്ങനെ വെസ്റ്റ് സൈഡിലേക്ക് പോകാന്ന് പറഞ്ഞ് കുറച്ച് നടന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സ്റ്റുഡിയോയിലേക്ക് പോകാന്ന്. അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് ഓട്ടോ വിളിച്ച് പോയി. പക്ഷേ അത് എന്തുകൊണ്ടും നന്നായി. കാരണം സ്റ്റുഡിയോയിൽ എന്തായാലും പോകണമെന്നുണ്ട്. അപ്പോൾ വെസ്റ്റ് സൈഡിൽ പോയിട്ട് സ്റ്റുഡിയോയിൽ പോകാന്ന് പറഞ്ഞാൽ സമയമില്ല. സ്റ്റുഡിയോ തന്നെ കുറേ നോക്കി ക്യൂ ഒക്കെ നിന്ന് ബില്ലടയ്ക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റ് സൈഡിൽ പോയി സ്റ്റുഡിയോയിൽ പോകാന്നൊക്കെ പറയുമ്പോഴേക്കും ഒന്നും നടക്കൂല. ഇപ്പൊ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ തന്നെ ഇവിടെ കുറേ ടീഷർട്ടിന്റെ കളക്ഷൻ ഉണ്ട്. ടീഷർട്ട് മാത്രമല്ല കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് സെയിൽ സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഡേ ആണ് പോയത്. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഈ ടീഷർട്ടിന്റെ ഒക്കെ റേറ്റ് വരുന്നത് 149 ആണ്. ടീഷർട്ട് മാത്രമല്ല കുറേ ജീൻസ് ആണെങ്കിലും ജീൻസ് കുറേ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുട്വെയറിന്റെ കളക്ഷൻ പിന്നെ പറയണ്ട, ഒക്കെ എടുത്തു പോയിട്ടുണ്ട്. ആകെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ടോപ്പ് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഈ ടോപ്പൊന്നും നോക്കാൻ പോയില്ല. എനിക്ക് ആകെ കുറച്ച് ടീഷർട്ടൊക്കെ മതിയായിരുന്നു. അപ്പൊ അതും നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ബില്ലടിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം അധികം സമയം സ്പെൻഡ് ചെയ്തത്. ആ ഒരു ക്യൂ എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവർ ഒക്കെ നിന്നിട്ടുണ്ട്. അവിടുന്ന് ഒരു 5 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. 5:30 ഒരു ട്രെയിൻ ഉണ്ട്. അപ്പൊ അതിന് പോവാന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ ഇന്നലെ എന്തൊക്കെയാ വാങ്ങിച്ചത് എന്നൊന്നും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ വീടെത്തിയിട്ട് കുളിച്ച് റെഡി ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും കുളിച്ചിറങ്ങുമ്പോഴേക്കും ആകെ ക്ഷീണമായി കിടന്നുറങ്ങി. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഈവനിങ് ആണ്. ഇന്ന് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഒരു സ്ലീപ്പ് ഓവറിന് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ്. അവൾ അറിയൂല, അവളെ ബർത്ത്ഡേ ആണ് നാളെ. അതെ, സർപ്രൈസ് ആയിട്ട് പോവാണ്. അവൾക്കറിയൂല, പക്ഷെ അവളെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ചേച്ചിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം. സൺഡേ ആണ് ബർത്ത്ഡേ വരുന്നത്. അന്ന് തന്നെ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. ഞാൻ എന്തായാലും വരുന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഡൗട്ട് തോന്നരുതല്ലോ. അതുകൊണ്ട് അന്ന് വരുന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും വരുമോ എന്നൊക്കെ അവൾക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ ഈ സാറ്റർഡേ എല്ലാവരും വരുന്നൊന്നും പ്രതീക്ഷിക്കൂലോ. ഇപ്പൊ തന്നെ സമയം ലേറ്റ് ആയിട്ടുണ്ട്, ഈവനിങ് ആയിട്ടുണ്ട്. കുറേ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റിലല്ലേ നമ്മൾ എന്തും ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് കൊടുക്കണം. ഇന്നത്തെ ദിവസമാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു, പുറത്തു പോകാനും പറ്റുന്നില്ല. കറണ്ട് ആണെങ്കിൽ ഇല്ല, കേക്ക് ചെയ്യാൻ വേണം. അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്കാണ് ലില്ലി കേക്ക്. അവള് ആ കേക്ക് വരുന്ന റീൽസ് ഒക്കെ ലൈക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കേക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണം. പിന്നെ നമ്മൾ നേരത്തെ വാങ്ങിയ ടീഷർട്ടും ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ.
ഇനി ഞാൻ ഇത്രയും സമയം കാത്തിരിക്കുന്ന നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ബാക്കിയൊക്കെ അമ്മയാണ് ചെയ്തത്. ക്രം കോട്ടും ഈ ഒരു ഫൈനൽ കോട്ടിംഗ് ഒക്കെ അമ്മ ചെയ്തതാണ്. ഡെക്കറേഷൻ മാത്രം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചതാണ്. എനിക്കിത് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ പോവാൻ സമയമായി. ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം, കുറേ പണിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണം. അതൊക്കെ കൊണ്ട് ഞാൻ ഭയങ്കര ധൃതിയിലാണ് സംഭവം പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ട് വരച്ചത്. ഭയങ്കര പെർഫെക്ഷൻ ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ആ ലില്ലി വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാനാണെങ്കിൽ ലില്ലി നമ്മൾ സ്മാർട്ട് ബസാറിൽ കണ്ടുകൊണ്ട് അവിടെ ഉണ്ട്, അവിടെ പോയി വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ട് പുറത്ത് പോകാനും പറ്റിയില്ല. എല്ലാം കൂടെ ലാസ്റ്റ് മിനിറ്റ് ആയി പോവുകയും ചെയ്തു. അപ്പൊ പിന്നെ ഇവിടെയുള്ള ലില്ലി കഴുകി എടുത്ത് വെച്ചതാണ്. കുറച്ച് ഷുഗർ ബോൾസും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ട്. ഇതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഞാൻ വിചാരിച്ച പോലെ നന്നായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയാം. ഇനിയിപ്പോൾ പെട്ടെന്ന് റെഡിയായി പോവുക, അത്രേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റേ സമയമുള്ളൂ. ഇതാണ് ഞാൻ എടുത്ത ഡ്രസ്സ്. ആക്ച്വലി ഒരു വൈറ്റ് ഇട്ട് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ വൈറ്റ് ടോപ്പ് കാണുന്നില്ല. എനിക്ക് കുറേ വൈറ്റ് ടോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കിയിട്ട് ഒരു വസ്തു കാണുന്നില്ല. ഞാൻ അലമാരയിലുള്ള ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഇട്ട് നോക്കിയിട്ടും കാണുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ടോപ്പ് ഇട്ടിട്ടാണ് ഞാൻ പോയത്. ഒന്ന് കാണിക്കോ? ഇങ്ങനെ നമ്മുടെ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആള് കരയൊക്കെ ചെയ്തിട്ടുണ്ട്. സർപ്രൈസ്ഡ് ആയി. ആരും വരൂല എന്ന് വിചാരിച്ചിട്ട് സ്വന്തം തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വന്ന സ്ഥിതിക്ക് ആദ്യം കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഒരു ഫ്രണ്ട് കൂടെ വരാനുണ്ട്. അവള് വന്നിട്ടേ ഫുഡ് കഴിക്കുന്നുള്ളൂ. പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. കേക്ക് ഞാൻ കാണിച്ചിട്ടില്ല, അതൊരു സർപ്രൈസ് ആണ്.
കാട് 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 എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് മാത്രല്ല ഇവിടെ ഇവിടെ മൊത്തം ഇത് നെക്സ്റ്റ് ഡേ ആണ്. എപ്പോഴോ ഉറങ്ങി എപ്പോഴോ എണീറ്റു. രാവിലെ തന്നെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടെ ചോറൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. അങ്ങനെ കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. ഒരു വീക്ക് ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ലൈഫ് ലേറ്റ്ലി എന്നൊക്കെ പറയാം. നമ്മളിപ്പോൾ ഷോർട്സ് ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല. പക്ഷെ കുഴപ്പമില്ല, ഇനി തൊട്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഈ ഒരു ലോങ് വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം എന്തായാലും കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല അടിപൊളി ഷോർട്സ് ഒക്കെ വരുന്നു. എന്തായാലും ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.